യൂറോബ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. ഒരു ഫുഡ് ബ്ലോഗാണേ. ഉഴുന്നുവട ഒരു ചെറിയ ഈവനിങ് സ്നാക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഇത് ഹോട്ടൽ സ്റ്റൈലിൽ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. ഞാൻ നോർമലി ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട്, നല്ല തമിഴ്നാട്ടിൽ അതിൻ്റെ പേര് പോലെ മെതുവടയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കിടക്കാം. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് 250 ഗ്രാം ഉഴുന്നാണ് ഇടുന്നത്. 250 ഗ്രാം. ഇനി നല്ല അടിപൊളിയായിട്ട് കഴുകണം. ഇതിപ്പോൾ നമ്മൾ 1.5 മണിക്കൂറായിട്ട് ഈ സാധനം ചൂട് വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചതാണ്. ചില ആളുകൾ പറയും 4 മണിക്കൂറൊക്കെ ഇടണമെന്ന് പറയും. ഞാൻ എപ്പോഴും 1.5 മണിക്കൂർ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കും. ഇട്ട് വെച്ച് കഴിയുമ്പം ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട സെറ്റാണ്. ഇത്രയേ ആവശ്യമുള്ളൂ. ഇനി ഇത് അരയ്ക്കുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം. അരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കാനുണ്ട്. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനിയിപ്പോൾ അത് കാണിച്ചു തരാം. ഇപ്പം അരയ്ക്കാനായിട്ട് സുജാതയുടെ ഈ വലിയ ജാറ് എടുത്തിരിക്കുന്നത്, ജ്യൂസർ ജാറ്. സുജാത ചേച്ചിയാണ് നമ്മുടെ കമ്പാനി. അപ്പോൾ ഈ കുപ്പി എന്തിനാണെന്ന് വിചാരിക്കും. ഈ കുപ്പി എന്ന് പറയുന്നത് നമ്മൾ അരയ്ക്കുന്നതിന് മുമ്പ് നല്ല തണുത്ത വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഉഴുന്നിട്ടു. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു അല്പം ഉപ്പും കിട്ടും. എല്ലാവരും നോർമലി അരച്ച് കഴിഞ്ഞിട്ടാണ് ഉപ്പിടുക, പക്ഷെ ഞാൻ ആദ്യം തന്നെ ഇടും. കാരണം വെച്ച് കഴിഞ്ഞാൽ മിക്സ് ആവാൻ നല്ലതാണ്. എന്നിട്ട് ഒരു തുള്ളി വെള്ളം കൂടെ ഞാൻ ഒഴിക്കും, അല്പം കൂടെ. വെള്ളമൊക്കെ നിങ്ങളുടെ ഇതിന് ഒഴിച്ചോണം. ഇനി ഇത് അരച്ചിട്ടാണ്. അരച്ചാൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈൻ അരയണം, നന്നായിട്ട് അരയണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി, പിന്നെ കുറച്ച് കുരുമുളക്, ഇത് കറിവേപ്പിലയാണ്, ഇത് ഇഞ്ചി, പിന്നെ ഇത് മുളക്. ഇതെല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുക. ഫുൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് പിന്നെ ഇടാൻ പോകുന്ന ഒരു അല്പം അരിപ്പൊടിയാണ്. ഇതൊരു 100 ഗ്രാം ഉണ്ടാവില്ല, വളരെ കുറച്ച്. അരിപ്പൊടി ഇടുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ നമ്മൾ ഇച്ചിരി കായം കൂടി ഇടുന്നുണ്ട്, ഒരു തുള്ളിക്കായം. അത് ഈ ഉഴുന്നൊക്കെ ഗ്യാസ് അല്ലേ, അപ്പോൾ അത് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ കായം നല്ല. പിന്നെ ഉപ്പ് ഉണ്ട്, പക്ഷേ എനിക്കൊരു ഇച്ചിരിയും കൂടി ഉപ്പ് വേണം മുടക്കുക. അതുകൊണ്ട് ഞാൻ ഒരു തുള്ളി ഉപ്പും കൂടി ഇടുന്നു. എന്നിട്ട് ഇതിനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇതുപോലെ നമ്മൾ ഇളക്കണം. അപ്പം ഇങ്ങനെ ഇളക്കുമ്പോഴേ ഇതിൻ്റെ അകത്ത് നല്ല ഒരു എയർ പാസിംഗ് ഒക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നല്ല ഇളക്കി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വറുക്കാൻ പോവാണ്. നമ്മൾ ഓൾറെഡി എണ്ണയൊക്കെ വെച്ച് നല്ല ചൂടായിട്ടുണ്ട് എണ്ണയെല്ലാം. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി വറുക്കൽ. നമ്മൾ ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഇങ്ങനെ കൈ മുക്കുക, നന്നായിട്ട് കൈ ഇങ്ങനെ മുക്കിയിട്ട് ഇവിടുന്ന് മാവ് ഒരൽപ്പം എടുക്കുക. ഒരുപാട് വലുപ്പം വേണ്ടവർക്ക് അത്രയും വലുപ്പത്തിൽ മാവ് എടുക്കുക. നോർമൽ വലുപ്പം വേണ്ടവർക്ക് ഇതിങ്ങനെ ഒന്ന് ഉണ്ടയാക്കിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ തുളയിടുക. കണ്ടോ, തുള വന്നു, നേരെ ഇട്ടുകൊള്ളുക. പരിപാടി കഴിഞ്ഞു. ഇങ്ങനെയാണ് ഉഴുന്നുവട ഉണ്ടാക്കേണ്ടത്. അടുത്ത അക്ഷരം ഇതിങ്ങനെ എടുക്കുക. നമ്മൾ ചോറ് കിട്ടുന്ന പോലെ ഉരുട്ടുക. എന്നിട്ട് എണ്ണയിലേക്ക് ഇടുക. ഗോൾഡൻ ബ്രൗൺ കളർ ഉഴുന്നോട റെഡി ആയിരിക്കുകയാണ്. നല്ല സ്ട്രൈറ്റ് ഉഴുന്നോട. അടിപൊളി സാധനമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ആക്കുമ്പോൾ നല്ല ഭാഗമൊക്കെ നല്ല വെന്ത് അതിൻ്റെ ഒരു സൗണ്ട് വരുന്നുണ്ടോ? സൗണ്ട് കേട്ടോ, സൗണ്ട് ഉണ്ടോ? അതിന് നല്ല ക്രിസ്പായിട്ടുള്ള ഉഴുന്നുവട റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വളരെ ചൂട്
നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം അടിപൊളിയായിരിക്കും. സാധാരണ നോർമലി ഹോട്ടൽ സ്റ്റൈൽ ഉഴുന്നുവട എന്നൊക്കെ പറഞ്ഞിട്ട് പലരും മറ്റേ സോഡാപ്പൊടിയും അതും ഇതൊക്കെ ഇടുന്ന കാണാം, ഈസ്റ്റൊക്കെ ഇടുന്ന കാണാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നോർമലായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ അരച്ച് അപ്പം തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല, സെറ്റാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ. Like, share, subscribe Eurovlog.